Ma'am, I'm currently eating. When I'm done, can I turn on my camera? Yeah, inshallah. So all of you check. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ എടുത്തത് ഓർമ്മ ഉണ്ടോ? I think we did. No, I think we did a test, didn't we, ma'am? ടെസ്റ്റ് ഒക്കെ നടത്തി. After that? After that. Okay, all of you take your notebook and check. ഓർമ്മയില്ലേ നമ്മള് ബ്രോക്കൺ പ്ലൂറൽസും Sound plurals. ഓർമ്മ ഉണ്ടോ? Sound plurals and broken. സൗണ്ട് പ്ലൂറൽസും ബ്രോക്കൺ പ്ലൂറൽസും ഒക്കെ പഠിച്ചത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് ഇറ്റ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഓൾ ഓഫ് യു വീഡിയോ ഓൺ ചെയ്ത എല്ലാരും. മാമിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നോട്ട്ബുക്ക് കിട്ടിയോ നൂറ? തെരഞ്ഞു നടക്കണ പോലെ ഉണ്ട് കണ്ടിട്ട്. നമ്മൾ ചാപ്റ്റർ നമ്പർ 3-യിലാണുള്ളത്. ഇവിടെ നമ്മൾ ബ്രോക്കൺ പ്ലൂറലും സൗണ്ട് പ്ലൂറലും പഠിക്കുകയായിരുന്നു. ഓർമ്മണ്ടോ? അപ്പൊ വാട്ട് ഈസ് സൗണ്ട് പ്ലൂറൽസ്? സൗണ്ട് പ്ലൂറൽസ് ആണ് ഈസി അല്ലേ? ഒന്ന് നോക്കിയേ ഷിസ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞു തന്നെ എനിക്ക്. മുസ്ലിമുൻ, കുറച്ച് ലൗഡ്ലി പറഞ്ഞ മോളെ. മുസ്ലിമൂന. യെസ്. മുദർരിസുൻ. ഓക്കെ, അപ്പൊ ഫെമിനൈൻ വരുമ്പോ മുസ്ലിമാത്തുൻ. മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ. ഓക്കെ, സോ ഇന്ന് രണ്ടുപേരും ലീവാണ്. റയാനും ഐഷയും ലീവാണ്. അവര് രണ്ടുപേരും ട്രാവലിംഗ് ആണ്. ഓക്കെ, സോ അതേഴ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ബാക്കി നൂറയും സാറ കുറച്ചൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. നൂറ വീഡിയോ ഓൺ ചെയ്ത മോളെ. ഓക്കെ, സോ സൗണ്ട് പ്ലൂറൽ എന്താ നമുക്കറിയാം. അത് ഈസിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരേ ഫോർമാറ്റിൽ അങ്ങോട്ട് ചെയ്താൽ മതി. നൗ വി ആർ ഓൺലി ലുക്കിംഗ് ടു ദ മർഫോ ഫോം. മുസ്ലിമത്തുൻ, മുസ്ലിമുൻ. ഓക്കെ, അതിന്റെ മൻസൂബും മജ്റൂറും ഒക്കെ വരുമ്പോൾ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് വിൽ ബി. അത് നമ്മൾ അതാ സമയത്ത് പഠിച്ചോളും. ഇപ്പൊ നമ്മൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നൗ വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് വാട്ട് ഈസ് ദർ ഇൻ ദിസ് ചാപ്റ്റർ. സോ മുസ്ലിമുൻ, മുസ്ലിമൂന, മുദർരിസുൻ, മുദർരിസൂന, മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ, മുഹന്ദിസത്തുൻ, മുഹന്ദിസാത്തുൻ. ദിസ് എക്സാമ്പിൾസ്. നമ്മൾ ഇതൊക്കെ നോട്ടിൽ എഴുതിയതാണല്ലോ അല്ലെ, സൗണ്ട് പ്ലൂറൽ എല്ലാം. ഓക്കെ, ആണ് ബ്രോക്കൺ പ്ലൂറലില് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? അനലൈസ് ചെയ്യാണ്. ബോർഡ് ഓക്കെ ആണോ? വലുതാക്കണോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണാത്ത ആരെങ്കിലും പറഞ്ഞേ. ഓക്കെ, ഇതില് നമ്മള് ആദ്യത്തെ ഫോർമാറ്റില്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, നജുമുൻ അല്ലേ? അപ്പൊ അതിന് നമ്മള് ഈ ഒരു സംഭവം നോക്കിയിട്ടുണ്ടോ? ഞാൻ മാർക്ക് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണേ. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഈ ഒരു മോൾഡ് എഴുതിയിട്ടുണ്ടായിനോ ഫോലു എന്നുള്ള? നജുമുൻ. അതിന് നമ്മള് ബാബു എന്നാ കേട്ടോ പറയാ. ആ ബാബിലിടാനാ പറയാ. ബാബു എന്ന് പറഞ്ഞാൽ ഡോറ് അല്ലേ? അപ്പൊ ആ ഡോറിൽ കൂടെ പോയി കഴിഞ്ഞാല് അതേപോലെ ആവുന്നതാണ്. നമ്മള് മോൾഡ് ഒക്കെ ഉണ്ടാവില്ലേ, മോൾഡ്, അതേപോലെയാണ് ആ ബാബു എന്നാ പറയുന്നത്.
അപ്പൊ ഫഊലുൻ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ബ്രോക്കൺ പ്ലൂറലിന്റെ ബാബ്. ഗോട്ട് ഇറ്റ്? Ma'am, should we write this? I think it is written already. അല്ലെ, ഫസ്റ്റ് വൺ എഴുതിയല്ലേ നിങ്ങള്? ഫൗലുൻ എഴുതിയിട്ടില്ല. ഫൗലുൻ അല്ല കേട്ടോ, ഫൗലുൻ. സോ ദാറ്റ് ഈസ് ദ ബാബ്. അപ്പൊ അതിന്റെ ബാബ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ജസ്റ്റ് ഫസ്റ്റത്തെ ബാബ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സിൽ എഴുതി വെക്കണം, ഫൗലുൻ. അപ്പൊ അതിന്റെ പ്ലൂരൽ വരെ ഫൗലുനിലാണ്, ആ ഫോർമാറ്റിൽ. അപ്പൊ അതിന് എക്സാമ്പിൾസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, നെജുമുൻ, നുജൂമുൻ. പിന്നെ എന്തൊക്കെയാ കറക്റ്റ് ആയിട്ട് വെട്ടാത്ത എക്സാമ്പിൾസ് ഒന്ന് വായിച്ചേ, കട്ട് ചെയ്യാത്ത എക്സാമ്പിൾസ്. ബൈത്തുൻ, ബുയൂത്തുൻ, നെജുമുൻ, നുജൂമുൻ. ഖൽബുൻ, ഖുലൂബുൻ. ഇനി നമ്മൾ ബാബ് 2 ആണ് നോക്കുന്നത്. Are you all ready? നെക്സ്റ്റ് ബാബ് ഞാന് യെല്ലോ കളറിൽ മാർക്ക് ചെയ്യാം. സോ ബാബ് 2 എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ. ബാബ് 2 B2 ട്ടോ. ഫൗലുൻ. ബാബ് 2 ഫൗലുൻ ആണ്. ഇനി നമ്മൾ എക്സാമ്പിൾസ് എഴുതാൻ പോകുന്നത്, ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്, കിതാബുൻ. അപ്പൊ ഫൗലുൻ ഫോർമാറ്റിൽ വരുമ്പോ എന്താ? കിതാബുൻ, കുത്തുബുൻ. ഓക്കെ, നമ്മൾ അതിന്റെ നെക്സ്റ്റ് വേറെയും വേർഡ്സ് തപ്പാൻ പോവാണേ. നിങ്ങൾക്കറിയോ വേറെ? കിതാബുൻ, കുത്തുബുൻ പോലെ വേറെ ഏത് വേർഡ്സ് ഉള്ളതെന്ന് പറഞ്ഞേ. ജസ്റ്റ് ആലോചിച്ച് നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ഒക്കെ. കിട്ടുന്നില്ല? All of you are writing? പലരെയും ഞാൻ കാണുന്നില്ല കേട്ടോ. എവിടെ നൂറയും? സാറ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? Yes, ma'am. Here. Okay, then start your video. Where is Noora? നൂറ എവിടെ? ഓക്കെ, ബാബ് 2 എഴുതിയ ഫൗലുൻ. ഫൗലുൻ ഫോർമാറ്റിലാണ് ബാബ് 2 വരിക. കുത്തുബുൻ, കിതാബുൻ, കുത്തുബുൻ. In the same way, റസൂലുൻ. എന്താ റസൂലിന്റെ പ്ലൂറല്? ഓക്കെ, സോ കിതാബുൻ പോലെ തന്നെ വരണം എന്നൊന്നുമില്ല. റസൂലിനും എന്താണ് ഈ ബാബിൽ തന്നെ വരുന്നതാണ് കേട്ടോ. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ റസൂലുൻ. എന്താ റസൂലിന്റെ പ്ലൂറൽ എന്താ? റുസുലുൻ. ആ,
So just write down example number 1, kitabun, kutubun. Number 2, rasulun, rusulun. And ഇതേപോലെ വരുന്ന ഒരു വേർഡ് ഉണ്ട്. ഡോങ്കിക്ക് എന്താ പറയാ? ഹിമാറുൻ. എന്താ പ്ലൂരൽ ഇപ്പൊ പറഞ്ഞേ? ഇതേപോലെ പറ, സെയിം ബാബിൽ ഇട്ടിട്ട്. ഹിമാറുൻ, ഹുമുറുൻ. ഹു അതേപോലെ വരും. അതേ ബാബിലാണെങ്കിൽ സെയിം പോലെ വരാം. ഫുഉലുൻ, ഹുമുറുൻ. ഹിമാറുൻ, ഹുമുറുൻ. ഹുമുറുൻ എന്നാണ് കഴുതകൾക്ക് പറയുക. ഇനി ശരീറുൻ എന്താ അർത്ഥം? അതും ഈ ബാബ് തന്നെയാണ്. പക്ഷെ അത് കുറച്ച് കാണുമ്പോൾ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. കിതാബുൻ പോലെ അല്ലെങ്കിലും ശരീറുൻ. അപ്പൊ അതിന്റെ ഇതെന്താ? പ്ലൂറൽ എന്താ? ശരീറുൻ, സുറൂറുൻ. സുറൂ ഒന്നും വേണ്ട, സുറൂറുൻ. ഫോലുൻ തന്നെ, ഒരു മാറ്റം ഉണ്ടാവില്ല സെയിം ബാബിലാണെങ്കിൽ. സോ ഇവിടെ നമ്മൾ 4 എക്സാമ്പിൾസ് എഴുതിട്ടോ. ഒരേ ബാബിൽ വരുന്നത്, ഫോലുൻ ബാബിൽ വരുന്നത് ഒന്ന് കിതാബുൻ, ഒന്ന് റസൂലുൻ റുസുലുൻ, ഒന്ന് ഹിമാറുൻ ഹുമുറുൻ, പിന്നെ ശരീറുൻ സുറൂറുൻ. പിന്നുണ്ട്, വേറെ ഒന്നും കൂടെ ഉണ്ട്. ഈ ബാബിൽ വരുന്നതാണ്. നമ്മള് ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സിന് എന്താ പറയാന്നറിയോ? ഖുറാനിൽ പറഞ്ഞ വേർഡ് ഓർമ്മ? You mean alcohol, ma'am? ആൽക്കഹോളിന് എന്താ പറയാ? അമൻ പറഞ്ഞു തോന്നുന്നുണ്ട്. ഹംറുൻ അല്ലേ? യെസ്, അതും ഈ ബാബിൽ വരുന്നതാട്ടോ. ഞാനിവിടെ എഴുതാം. ആൽക്കഹോളിന് ഹംറുൻ എന്നാണ് പറയാ. ഹംറുന്റെ പ്ലൂറൽ എന്താണെന്നറിയോ? ഈ ബാബിലാണെങ്കിൽ എന്താ വരിക? യെസ്, ഹുമുറുൻ. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ. മീനിങ് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് മീനിങ് എഴുതണം കേട്ടോ. ഹംറുൻ, ഹുമുറുൻ. പിന്നെ ഖുറാന്റെ വേഴ്സസിന് പറയുന്ന ഒരു പേരുണ്ട്, കോപ്പീസിന് പറയുന്ന പേര് എന്താ അറിയോ? ഖുർആൻ എന്നുള്ള കോപ്പീസിന്, കോപ്പി ഒരു ഖുർആന് നമ്മള് ഖുർആൻ എന്നല്ലാണ്ട് വേറെ പേര് പറയും. മുസ്ഹഫ്. മുസ്ഹഫിന്റെ അല്ലല്ല, മുസ്ഹഫ് തന്നെ. ഈ മുസ്ഹഫിന് കോപ്പീസ് ഓഫ് ഖുർആൻ എന്നുള്ളതിന് പറയുന്ന ഒരു പേരാണ് സുഹുഫുൻ. സുഹുഫുൻ ആക്ച്വലി അത് പ്ലൂറൽ ആണ്. അതിന്റെ സിംഗുലർ ഫോം എന്താണെന്നറിയോ? അതും ഈ ബാബിൽ വരുന്നതാണ്. സൊഹീഫത്തുൻ ആണ് കേട്ടോ. സൊഹീഫുൻ അല്ല. Yes, ma'am. Suhufun means news, right? The Suhufun means എങ്ങനെ? Newspaper? അല്ലല്ല, ന്യൂസ് പേപ്പർ അല്ല. The one who gives news, I think. Reporter. ആക്ച്വലി നമ്മള് കോപ്പീസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സുഹഫ് എന്ന് പറയാം. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാൻ അധികം ഖുറാനാണ്. ഓൾ ഓഫ് യു ജസ്റ്റ് റൈറ്റ് ഡൗൺ സുഹീഫത്തുൻ.
which is suhufun, right? യെസ്, സെയിം ബാബിലായ പിന്നെ നിങ്ങൾ പ്ലൂറലിന്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട. സെയിം ബാബാണെന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ് വരിക. സുഹീഫത്തുൻ, ദാറ്റ് ഈസ് പ്ലൂറൽ ഈസ് സുഹുഫുൻ. ഖുർആൻ അല്ലാത്ത സാധാരണ കോപ്പിക്ക് പറയുന്ന ഒരു പേരുണ്ട്, നുസ്ഖത്തുൻ എന്ന് പറയും. അതിന് നുസുഖുൻ എന്നും പറയും. ഇതിന്റെ പേര് എഴുതണേ നിങ്ങള്. കോപ്പി ഓഫ് ഹോളി ഖുർആൻ ആണ് സൊഹീഫത്തുൻ എന്ന് പറയാ. അപ്പൊ കോപ്പീസ് ഓഫ് ഹോളി ഖുർആന് സുഹുഫുൻ എന്ന് പറയും. ഓൾ ഓഫ് യു റൈറ്റിംഗ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ സൊഹീഫത്തുൻ മാത്രമേ എഴുതുന്നുള്ളൂ. യു ഹാവ് ടു റൈറ്റ് ഇൻ ദ സെയിം ബാബ്, സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് സുഹുഫുൻ. All of you writing, if any doubt, please raise your hands and ask me. നൂറ എഴുതുന്നില്ലേ മോളെ? Any confusion? No. Okay. So ഇതേപോലെ തന്നെ നമ്മള് ജസ്റ്റ് കോപ്പി, ഇപ്പൊ നൂറ സാറ പറഞ്ഞ പോലെ പേപ്പർ കോപ്പീസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോപ്പിക്ക് നമ്മൾ പറയുന്ന പേരാണ് നുസ്ഖത്തുൻ. ഓക്കെ, ഇറ്റ്സ് ഓൾസോ കമ്മിങ് അണ്ടർ സെയിം ബാബ്. ഇവിടെ തന്നെയാണ് വരിക, നുസ്ഖത്തുൻ. ഈ ബാബാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഇനി അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നുസ്ഖത്തുൻ കൂടെ എഴുതാം. ന്യൂസ് ഹാക്ക് കുത്തണ്ടേ, നുസ്ഖത്തുൻ. സോ അതിനെ ഫോയിലുൻ ബാബിലിട്ടാൽ എന്താ അതിന്റെ പ്ലൂറൽ വരിക? ഓൾ ഓഫ് യു. നുസുഖുൻ. ബാബിന് ഒരു മാറ്റം ഉണ്ടാവൂല. വേർഡ്സ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ബാബ് വിൽ ബി സെയിം. നുസ്ഖത്തുൻ എന്താ, വാട്ട് ഇസ് ദ മീനിങ് നുസ്ഖത്തുൻ? കോപ്പി. ഇപ്പൊ കോപ്പീസിന് നമ്മൾ പറയും നുസുഖുൻ. നുസുഖുൻ. ഹർക്കിയൊന്നും തെറ്റരുതേ, ഫൂലുൻ പോലെ തന്നെ എഴുതണം, നുസുഖുൻ. So almost our examples are over. Now we are moving to the Bab 3. So that is fi'alun. Fi'alun. That is the Bab. All of you just write down Bab 3, fi'alun. B3. So first example is Jabalun. Plural is Jibalun. Yes. All of you write down the first one. And ma'am, I already wrote this down. And there's the other one also, right? Rajulun, Rijalun. That also we should write, right? As an example. Yeah. Rajulun, Rijalun. Okay, you can write. One second, I'll come. By the time all of you write down. Okay, രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. Jabalun and എന്താ next one എന്താ? Rajulun. Yes, write down. എഴുതിയോ? എഴുതിയോ? രണ്ട് എക്സാമ്പിൾസ് എഴുതിയോ? എന്റെ മൈക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, കുറച്ച് ലൗഡ്ലി പറയട്ടാ. നെക്സ്റ്റ് ഈസ് ഖിത്തുൻ. എന്താ പറഞ്ഞാല്? കാറ്റ്. ഓക്കെ, ഐ എം റൈറ്റിംഗ് ഹിയർ ഖിത്തുൻ. ഇത് സെയിം ബാബിൽ വരുന്നതാണ്. സോ യു ക്യാൻ റൈറ്റ് ദ പ്ലൂറൽ. എന്താ ഖിത്തുന്റെ പ്ലൂറൽ എന്ത് വരും അപ്പം? One second, ഒന്ന് പെണ്ണ് മാറ്റിക്കോട്ടെ.
ആ പറഞ്ഞോ. ഖിത്തുൻ അതേപോലെ പറഞ്ഞ ഫിആലുൻ ഫോമിലിട്ടെ. ഖിത്തുൻ. Ma'am, there രണ്ട് are only തായും 2 letters. We can't. I there don't is think I can. there is 3 letters. മാം സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ഖൈത്ത്. 1 second. ആക്ച്വലി നിങ്ങൾ എപ്പോഴും രണ്ട് ശ്രദ്ധയിൽ ഒരു വേർഡ് ഉണ്ടാവുന്നതിന്റെ അർത്ഥം 2 തോ ഉണ്ടാവും. ഓക്കെ. ഖൈത്ത് തുൻ ഈസ് ഖിത്തുൻ. Got it? Oh, Sarah? qitatun. Qitatun. Yes, qitatun. All of you write down. Any doubt, please ask me. Okay, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള രീതിയിലാണ്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഖിത്തുൻ ഖിതാത്തുൻ. എത്ര എക്സാമ്പിൾസ് ആയി? 3 എണ്ണായില്ലേ? ഷിസ ഡൗട്ട് ഉണ്ടോ മോളെ? ഓക്കെ അല്ലേ? Yes, ma'am. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ഒരു എക്സാമ്പിളും ഒന്നല്ല 2-3 കൂടി എഴുതാം നമുക്ക്. പ്രാക്ടീസ് ആവട്ടെ. സെയിം ബാബിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഈസ് അതേപോലെ അങ്ങ് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ ആംഗ്രിക്ക് എന്താ പറയാ? ആംഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇമോഷൻസിന് അയിന് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യാ. കുത്തുള്ള അയിന് വെച്ചിട്ട്. ഇനിയിപ്പോ കിട്ടുന്നുണ്ടോ? ഗളുബാനു, അത്ഷാനു, ഗളുബാനു. ഓർമ്മയില്ലേ? മറന്നുപോയോ? ജൗആനു. എന്താണ് റെസ്പോൺസ് ഇല്ലാത്തത്? പറഞ്ഞേ. ഓർമ്മണ്ടോ? ഉണ്ട്. ഇതിനെങ്ങനെയാ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ഇടുക? നോക്കി നോക്കിയേ, ആർക്കാ പറ്റുമോ നോക്കട്ടെ ഞാൻ. അളുബാനു 4 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഇത് നമ്മൾ കട്ട് ചെയ്യും. നൂന് വേണ്ട. അളുബാനു ഈസ് ഖിലാബുൻ. All of you just write down ഖിലാബുൻ. ഞാൻ ഇവിടെ എഴുതാം, കൺഫ്യൂഷൻ ആവണ്ട ഇതിന്റെ കാര്യത്തില്. ഖിലാബുൻ. ആ നൂ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ. ദിസ് ഈസ് ദ പ്ലൂറൽ. ഖളുബാനു ഖിലാബു. ഖളുബാനു ഖിലാബു. കുത്തുണ്ടേ, കുറെ കുത്തുണ്ട്. അയിന് കുത്തുണ്ട്, ലോക്ക് കുത്തുണ്ട്, ബാക്ക് കുത്തുണ്ട്, നൂന് കുത്തുണ്ട്. എഴുതിയോ? വീക്കിന് എന്താ പറയാ? വീക്ക്. Usbu'un. WEAK ആണ്. സ്പൂൺ ടഫ്. EAK ആണോ? EAK. WEAK. ضعيف. ലോയിഫുൻ അല്ലേ? ലോയിഫുൻ ഈ ബാബിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്താ? ضعف. എന്നോട് പറഞ്ഞേ. sorry. ضعاف. ലിആഫുൻ. ഓക്കെ. ലോയിഫുൻ. ബാബു മാറിപ്പോവല്ലേ?
ലോ അതിന് കുത്തില്ല കേട്ടോ. ലോയിഫുൻ, ലയാഫുൻ. ഇവിടെ ഞാൻ പ്ലൂറൽ എഴുതുന്നില്ല, വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, നോക്കി എഴുതാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ലോയിഫുൻ, ലയാഫുൻ. ഇനി ഒന്നും കൂടി ഉണ്ട്. What does it mean? ലോയിഫുൻ മീൻസ് വീക്ക്, ക്ഷീണം. എന്താ പറയാ, അങ്ങനെ തന്നെയല്ല പറയാ, വീക്ക്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ബുക്ക് 1 പഠിച്ചതാണ്. കവിയുൻ, ഓർമ്മണ്ടോ? ഖദീറുൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലോയിഫുൻ ഖദീറുൻ യൂസ് ചെയ്യാം, കവിയുൻ യൂസ് ചെയ്യാം. Okay, so ലോയിഫുൻ, ലിയാഫുൻ. And the last one, ഇതിന്റെ ആർക്കാ പറയാൻ പറ്റാന്ന് ഞാൻ നോക്കട്ടെ. ഇതുവരെ ഉള്ളതൊക്കെ എഴുതിയല്ലോ. എത്ര എക്സാമ്പിൾസ് ഉണ്ട് നൂറ ഫിആലുൻ ബാബില്? Ma'am, ഫിആലുൻ ബാബില് എത്ര എക്സാമ്പിൾസ് വന്ന്? we have written 1, ഉം 3, 4. 4 ആയോ? Yeah. ഇനി ഫിഫ്ത്ത് വൺ ആണേ. 4 ആയില്ലേ? 5 ആയോ? നൂറ നോക്കി ഏതാ വിട്ടുപോയത്? നൂറൊന്ന് വായിച്ചു നൂറാന്റെതൊക്കെ. Ma'am, നൂറാന്റെ പ്ലൂറൽസ് ഒക്കെ ഒന്ന് വായിച്ചേ മോളെ. ലയാഫുൻ, ഫിആലുൻ ഫോമിലുള്ളത്, ബാബ് ഫിആലുനുള്ളത്. അപ്രത്യക്ഷമായോ? കാണുന്നില്ലല്ലോ നൂറാനെ. സാറക്കോ ഷിസാക്കോ 5 ആയിട്ടുണ്ടോ? Yes, ma'am. ഓക്കെ, yes, ma'am. ആയിട്ടുണ്ടല്ലോ. Yes. ഓക്കെ, സോ ലാസ്റ്റ് വൺ ഈസ് ബ്ലഡിന് എന്താ പറയാന്നറിയാം നിങ്ങക്ക്? ഖുബ്സുൻ. എന്താണ്? ഖുബ്സുൻ അല്ലേ? ബ്രെഡ്. ബ്രെഡിനല്ല, ബ്ലഡ്. 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 ഖുബ്സുൻ ഖുബൂസുൻ ആന്ന് തോന്നുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഫൗലുൻ ഇത് ബ്ലഡിനാണ്. ബ്ലഡിന് നമ്മൾ പറയുന്നതെന്നറിയാം, ഞാനിവിടെ എഴുതാം. ദമുൻ എന്നാണ് പറയാ. ദിസ് എ ന്യൂ വേർഡ് ഫോർ യു, പക്ഷെ എഴുതിക്കോ, യു ക്യാൻ ലേൺ ഇറ്റ്. ഈ ദമുൻ എന്നുള്ളത് ഈ ഒരു ബാബ് 3-ലാണ് വരിക, ഫിആലുൻ ബാബിലാണ് വരിക. സോ വാട്ട് വിൽ ബി ദ പ്ലൂറൽ ഓഫ് ദമുൻ? എനിവൺ ക്യാൻ ഗസ്? ഗസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ദിമാമുൻ. എന്തുകൊണ്ട് പറഞ്ഞേ? ദിമാമുൻ. ദിമാമുൻ. മീമിന് ശബ്ദമൊന്നും ഇല്ലല്ലോ. ദിമാ വരെ കറക്റ്റ് ആണ്. ദിമാഉൻ. ദിമാഉൻ. ദിമാ ഉൻ. നമ്മള് ന്യൂ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നാല് നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു വീക്ക് ലെറ്റർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വീക്ക് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അലിഫ്, വ, യ. ഓക്കെ, ഇപ്പൊ ദമുൻ എന്ന് പറഞ്ഞൊരു വേർഡിന് നമ്മളിപ്പോ ഒരു വേർഡ് ലെറ്റർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അലിഫ് ആയിരിക്കും, അല്ലെങ്കിൽ യാ ആയിരിക്കും, അല്ലെങ്കിൽ വാ ആയിരിക്കും. ഈ 3 വീക്ക് ലെറ്ററിൽ ഒന്നേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അത് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക കേട്ടോ. സോ ദിമാ ഉൻ, ഹംസയാണ് ലാസ്റ്റ് വൺ, അതിനല്ല കേട്ടോ. ദിമാ ഉൻ, ദാറ്റ് ഈസ് ഫിആലുൻ ബാബിലുള്ളതാണ്. അല്ല നൂറ് തിരിച്ചെത്തിയോ? ഇല്ലേ, അതിലേ പോയോ? ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മള് നെക്സ്റ്റ് ബാബിലേക്ക് പോവാണ്. ദാറ്റ് ഈസ്, ഏതാണ് നെക്സ്റ്റ് ബാബ്? ഫുആലുൻ.
ഫുആലുൻ, താജിറുൻ, തുജ്ജാറുൻ. Right, first one. First example is tajirun, tujjarun. Tajirun, tujjarun. Ma'am, what's Tajirum? What's Tajirun is Tajirum? what? And they know merchant. Armanda. Yes, ma'am. Tajirun, tujjarun. നമുക്ക് വേറെ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയുന്ന എക്സാമ്പിൾ ഉണ്ടേ പറഞ്ഞേ. എനിവൺ ഈ ഒരു കൈൻഡ് ഓഫ് തിങ്സിൽ വരുന്നത്? ഫുആലുൻ. How do you know which one belongs to which bab? ആക്ച്വലി ഇത് ബിലോങ്സ് ടു വിച്ച് ബാബ് എന്നുള്ളത് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. കുറെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് കിട്ടുള്ളൂ. ചിലത് ഒരുപോലെ വരും വേർഡ്സ്. ഇപ്പൊ ലൈക്ക് താജിറുൻ, അതേപോലെ തന്നെ വേറൊരു വേർഡ് വരും. ഇപ്പൊ നമ്മളെ നെജുമുൻ വന്നില്ലേ, ബൈത്തുൻ, നെജുമുൻ, കൽബുൻ. ഓക്കെ, അതിൽ തന്നെ കൽബുനെ വരുള്ളൂ. മറ്റേ കെൽബുൻ ഇല്ലേ, പട്ടി എന്നുള്ള കെൽബുൻ ഇല്ലേ, അതിന്റെ പ്ലൂരല് ഓലുൻ ഫോമിലല്ല വരിക. Ma'am, you're saying qalbun as in heart. ഹാർട്ട്. കൽബുൻ ഹാർട്ട് മാത്രമാണ് കുലൂബുൻ ഫോമാറ്റിൽ വരുന്നത്. മാം ഓക്കെ. ത്വാലിബ്. ത്വാലിബുൻ, തുല്ലാബുൻ. യെസ്, ദാറ്റ് ഈസ് ഫുആലുൻ. എഴുതിക്കോ എല്ലാരും. ത്വാലിബുൻ. മനസ്സിലാക്കാന്ന് പറഞ്ഞാല് കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ആണ് കേട്ടോ, അത്ര എളുപ്പമൊന്നുമല്ല. ത്വാലിബുൻ, അതിന്റെ പ്ലൂറൽ എഴുതിക്കോ. തുല്ലാബുൻ. കുഫാർ. പിന്നെ കുഫാറല്ലേ? കാഫിറുൻ, കുഫാർ. കാഫിറുൻ കാഫിറൂൻ അല്ലേ? കുഫാർ is something different. No, കുഫാറിന്റെ മീനിങ് ആക്ച്വലി ഡിഫറെന്റ് ആണ് കേട്ടോ. കുഫാർ എന്ന് പറഞ്ഞാല് നമ്മള് ഫാർമറിനാണ് കുഫാർ എന്ന് പറയുക. ആക്ച്വലി കാഫിർ എന്ന് പറഞ്ഞാല് ഒളിപ്പിച്ചു വെക്കുന്ന ആളല്ലേ. എന്താ പറയാ, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുന്ന ആളിനാണ് നമ്മൾ കാഫിർ എന്ന് പറയാ. സത്യം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുന്ന ആള്. സോ നൂറ, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി പെട്ടെന്ന്? The net was not working and then my phone's charge also went off. ഓക്കേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ കൊറേ മിസ്സായില്ലേ. എത്ര എണ്ണം കിട്ടി? എവിടെ വരെ എത്തിന്ന് പറഞ്ഞേ? I only got 4, ma'am. You only got 4? Okay, no problem. എല്ലാരും നോട്ട്സ് ഷെയർ ചെയ്യണം കേട്ടോ. So check the notes and complete your notes. Okay, Noora? Yes, ma'am. Okay, now we are in the next bab. Bab 4. ഫുആലുൻ. Okay. അവിടെ നമ്മൾ താജിറുൻ തുജാറുൻ പറഞ്ഞു, ത്വാലിബുൻ തുല്ലാബുൻ പറഞ്ഞു. നൗ കാഫിറുൻ കുഫാറുൻ പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. ആക്ച്വലി കാഫിറുൻ കാഫിറൂൻ ആണ്. അമൻ. ഓക്കെ, കാഫിറുൻ കുഫാറുൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മള് ഫല്ലാഹുനില്ലേ, എന്താ പറയാ, ലൈക്ക് ഹു ഈസ് ദാറ്റ്? ഫാർമർ എന്ന് പറയുന്ന പേരാണ്.
ആക്ച്വലി നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന ആൾക്കാണ് കാഫിർ എന്ന് പറയുക. ഒളിപ്പിച്ചു വെക്കുക മീൻസ് കഫറ ഒളിപ്പിച്ചു വെച്ചു, കാഫിർ സത്യം ഒളിപ്പിച്ചു വെക്കുന്ന ആൾക്കാണ് നമ്മൾ കാഫിർ എന്ന് പറയാം. സോ കുഫാർ എന്ന് പറഞ്ഞാല് നമ്മൾ വിത്ത് ഒളിപ്പിച്ചു വെക്കൂലേ? വാട്ട് ഈസ് ഫാർമർ ഡൂയിങ്? നമ്മൾ വിത്ത് മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കല്ലേ ചെയ്യാം, എന്നിട്ടല്ലേ പിന്നെ അത് ഗ്രോ ചെയ്യാം. അങ്ങനെ അതുകൊണ്ട് ഫാർമറിന് ഈ ഒരു പേരുണ്ട് കുഫാർ എന്നുള്ളത്. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ പ്ലൂറൽ. കാഫിർ കാഫിറൂൻ, യു ക്യാൻ സി അത് സൗണ്ട് പ്ലൂറൽ ആണ് കേട്ടോ. കാഫിറത്തുൻ കാഫിറാത്തുൻ കാഫിറുൻ കാഫിറൂന. ഓക്കെ, നൗ ഹിയർ വി ഹാവ് another one. നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡ് ഉണ്ട്, ആമിൽ. ആമിൽ എന്തേനു? ആമിൽ പണി ചെയ്യുന്ന ആള് ഇല്ലേ? അറിയോ ആമിലുൻ? അമല് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ആമിൽ എന്ന് പറയാ കേട്ടോ. സോ യു ക്യാൻ റൈറ്റ് ആമിൽ. ആൽ ഫോമിലാണ്. ഐ എം റൈറ്റിംഗ് ഹിയർ ആമിൽ. ഐനാണ്. ഇതില് ഷിസ നോക്കിയേ, ഓൾമോസ്റ്റ് നമുക്ക് വന്നതെല്ലാം ഒരേപോലെയാണ്. താജിറിന്റെ അതേ ഫോർമാറ്റിലാണ് ഉള്ളത് മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് അല്ലേ? താജിറുൻ, ത്വാലിബുൻ, ആമിലുൻ. അപ്പൊ ആമിലിന്റെ പ്ലൂറൽ എന്താ? ഉമ്മാൽ, വർക്കേഴ്സ്. ആമിൽ എന്ന് പറഞ്ഞാൽ വർക്കർ ആണ്. വർക്കറിനാണ് നമ്മൾ ആമിൽ എന്ന് പറയാ കേട്ടോ. എന്ത് പണിയെടുക്കുന്ന ആളും നമ്മൾ ആമിൽ എന്ന് പറയും. എന്താണ്? വേണ്ട, അത് വേണ്ട, അത് എഴുതണ്ട. അതിന് കുഫാർ എന്ന് പറഞ്ഞ പ്ലൂറൽ ഉണ്ടോ എന്ന് മാം ചെക്ക് ചെയ്യട്ടെ കേട്ടോ. മാമിന്റെ ഓർമ്മയില് മാമിന് ഇതാണ് മീനിങ് ആയിട്ട് തോന്നുന്നത്. കാഫിറൂൻ എന്നുള്ളത് ഖുറാനിൽ എപ്പോഴും കാഫിറൂൻ ആണ് യൂസ് ചെയ്യാറും. ഇൻഷാല്ല ചിലപ്പോ ഉണ്ടാവും ചെയ്യും കുഫാർ. ചെക്ക് ആൻഡ് ടെൽ യു ഇൻഷാല്ല. ഇപ്പൊ എഴുതണ്ട എന്തായാലും കേട്ടോ. ആമിൽ, ഉമ്മാൽ. അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എന്താ പറയുന്നറിയോ? കാറും വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്ക് കയറുക എന്നുള്ളതിന് എന്താ പറയാ? മേലോട്ട് കയറുന്നതിന് അറബിയിൽ നിങ്ങക്ക് എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ അറേബ്യൻ കൺട്രീസിലൊക്കെ ജീവിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ റൈഡിലൊക്കെ കയറുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഇങ്ങനത്തെ വേർഡ് കണ്ടിനോ? റാക്കിബുൻ. ഓർമ്മ ഉണ്ടോ? ഇനി അവിടെ പോകുമ്പോ ഓർമ്മിക്കണേ, എന്നിട്ട് നോക്കിയാൽ മതി. അറബിക് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ചിലപ്പം അതേപോലെ എസ്കലേറ്ററിന്റെ അവിടെ എങ്ങാനൊക്കെ ഉണ്ടോ നോക്കണം. റാക്കിബുൻ. ഗൾഫിൽ പോകുന്നവർക്ക് എല്ലാവർക്കും നോക്കാം കേട്ടോ. റാക്കിബുൻ. വാട്ട് ഈസ് റാക്കിബുൻ? റൈഡർ ആണ് കേട്ടോ. റാക്കിബുൻ റൈഡർ. എന്താ പ്ലൂറൽ അപ്പൊ? റുക്കാബ്. Amilun is worker. വർക്കർ. ആമിലുൻ വർക്കർ. നമ്മള് ഹണിബീസില് വർക്കർ ഹണിബീനെ ആമിൽ എന്ന് പറയും. നൂറ, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റൂല? നെറ്റ്വർക്ക് ഇല്ല? നൂറയുടേതോ കാണുന്നില്ലല്ലോ മോളെ. നോ. ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, റാക്കിബുൻ, റുക്കാബുൻ, ആമിലുൻ, ഒമാലുൻ. ഇനി ഒന്നും കൂടെ ഞാൻ എഴുതി തരാം. അതും കുറച്ചൊരു ട്രിക്കി തിങ് ആണ്. ഓക്കെ, എഴുതട്ടെ? നിങ്ങൾ പറയണം കേട്ടോ അതിന്റെ മീനിങ്ങും പറയണം, അതേപോലെ അതിന്റെ പ്ലൂരലും പറയണം. ഹാജുൻ. ഹാജുൻ. ഇതിനും ഈ ഫോർമാറ്റിലാണ്, ഈ ബാബിലാണ് ഇതും വരിക.
ഇപ്പൊ എന്തായിരിക്കും? ഹുജ്ജാജുൻ. ആ കറക്റ്റാ. ഹുജ്ജാജുൻ. Hujjajun. എന്താ അതിന്റെ മീനിങ്? ഹജ്ജ് ആ ചെയ്ത അതന്നെ. ആ പറഞ്ഞോ എന്താണ്? ഹജ്ജ് ചെയ്ത ആൾക്കാരാണ്. ഹജ്ജ് ചെയ്യാൻ പോയ ആൾക്കാരനെ തന്നെ നമ്മള് ഹജ്ജ് എന്ന് പറയും. പിൽഗ്രിംസിനാണ് നമ്മൾ ഹജ്ജ് എന്ന് പറയും. ഉം. ഹാജുൻ പിൽഗ്രിം, ഹുജ്ജാജുൻ പിൽഗ്രിംസ്. ഈ ബാബു പഠിച്ചു കഴിഞ്ഞാല് ഞാനൊരു സ്മോൾ ടെസ്റ്റ് നടത്തു കേട്ടോ. ഇത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയും ആണ്. കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്കത് വന്നോളും. നേരത്തെ ഷീസ ചോദിച്ചില്ല ഇതിപ്പോ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. അത് ആക്ച്വലി നമ്മൾ എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഷംസിയ ലെറ്ററും ഖമരിയ ലെറ്ററും നിങ്ങൾ കോൺഷ്യസ് അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്നില്ലേ? Yes. വരുന്നില്ലേ? ആ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? അറബിക്കുമായിട്ട് എപ്പോഴും ടച്ച് ഉണ്ടാവുമ്പോൾ ഖുറാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. യെസ് ദിസ് ഈസ് ഇൻ ദാറ്റ് എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്ടും വരും. നമ്മൾ ഇപ്പൊ ഈ നോക്കിയ ഫോർമാറ്റിൽ തന്നെ വരുള്ളൂ. കുറെ ഡിഫറെന്റ് ആയിട്ടൊന്നും വരില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ബാബ്. ബാബ് 4 കഴിഞ്ഞു, ഇനി ബാബ് 5 കേട്ടോ. Can I remove? Yes. നോട്ട്സ് ഷെയർ ചെയ്യണേ എല്ലാവരും. സോ ലുക്ക് അറ്റ് ഹിയർ. നെക്സ്റ്റ് വൺ ഈസ് അഫ്ആലുൻ. ഇതാണ് നെക്സ്റ്റ് ഫോർമാറ്റ് വരുന്നത്. അഫ്ആലുൻ. ഓക്കെ, ഖലമുൻ അഖ്ലാമുൻ. That is the first example. Number 1, qalamun aqlamun. And the number 2, നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്നതാണ് ആക്ച്വലി ഇത്. ട്രൈ ചെയ്ത് നോക്കിയേ. അഫ്ആലുൻ ഫോർമാറ്റിൽ വരുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കിട്ടുന്നുണ്ടോ ഏതെങ്കിലും? കപ്പിന് എന്താ പറയാ? കപ്പ് കപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പിന് കപ്പ് പോലെ തന്നെയാ പറയാ അറബിയിലും. വലിയ വ്യത്യാസമൊന്നുമില്ല. കബ്ബാണ്. കാ ഒന്ന് കൂവാക്കിയേ. ഉബ്. കൂബുൻ. ഉബ്. ഓക്കെ, കൂബുനാണ് കപ്പിന് പറയാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഖലമുൻ അഖ്ലാമുൻ. ഇനി നെക്സ്റ്റ് ഈസ് കൂബുൻ. എന്താ കൂബിന്റെ പ്ലൂറൽ വരെ എന്താ അപ്പൊ? അക്വാബുൻ. അഖ്വാബുൻ. Just write down all of you. കൂബുൻ അഖ്വാബുൻ. അതുപോലെ നമ്മൾ നേരത്തെ ആമില് പഠിച്ചില്ലേ? അതുപോലെ ആക്ഷൻസിന് എന്താ പറയാ? ആക്ഷൻസ് അമലുൻ. അമലുൻ ഈ ബാബുവിൽ വരുന്ന ആളാണ്. സോ എന്തായിരിക്കും അതിന്റെ പ്ലൂരല്? യെസ്. ഇത് നോക്കിയേ, കലമുൻ പോലെ തന്നെ അല്ലേ ഉള്ളത്? അമലുൻ എന്താണ്? അമാലുൻ. അമലുൻ അമാലുൻ. അമലുൻ ആക്ഷൻ, അമാലുൻ ആക്ഷൻസ്. നമ്മള് കോമ്പിന് എന്താ പറയാ?
മുടി വാരണേ? ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? പണ്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. മുഷ്തുൻ. മുഷ്തുൻ ആണേ. സോ അറിയാത്ത മീനിങ്സ് നിങ്ങൾ എഴുതി വെക്കണേ. സോ മുഷ്തുൻ ഈസ് കോംബ്. അപ്പൊ കുറെ കോമ്പിന് എന്താ പറയാ? ഈ ബാബിലാണ്. പറഞ്ഞു നോക്കി. അംഷാത്തുൻ. മുഷ്തുൻ കോംബ്, പ്ലൂറൽ അംഷാത്തുൻ. അമലുൻ ആമാലുൻ. അടുത്ത ആഴ്ചയും ബാബന്യ ആയിരിക്കും അല്ലേ? എത്ര എണ്ണം ഉണ്ട്? എന്താണ് എത്ര ബാബുണ്ട്? ബാബ് കുറച്ചുണ്ട്. ആയിട്ട് നോക്കട്ടെ മാം എത്ര എണ്ണം ഉണ്ട് എന്നുള്ള. ഇതിൽ എത്ര എണ്ണം പറഞ്ഞിട്ട് കുറെ ബാബുണ്ട്. ഇതിൽ പറഞ്ഞൊന്നല്ല, എല്ലാണ്ടും ഉണ്ട്. ഇപ്പം നോക്കട്ടെ. 1 2 3 4 5 6 7 8 8 ഇതിലുള്ളൂ കേട്ടോ. നമ്മൾ ഏതെത്തി? അഞ്ചാമത്തതോ ആറാമത്തതോ? 1 2 3 4 5 എത്തി അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇതൊരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടമുള്ള ഒരു പാർട്ടാണ് ആക്ച്വലി ബാബ് പഠിക്കലേന്. കുറച്ചൊരു ക്രിയേറ്റീവ് വർക്ക് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. ഓക്കെ, സോ നമ്മളിപ്പോ പറഞ്ഞതായിരുന്നു മുഷ്തുൻ അംഷാത്തുൻ. എന്താണ് പറഞ്ഞോളൂ. What was the meaning? കോംബ്, ചീർപ്പ്, തലവാരുന്ന സാധനം. ഓക്കെ, ഇനി അമലും ആമാലും എഴുതിയില്ലേ? പിന്നെ ഒരു സാധനം ഉണ്ട്, നമുക്കറിയണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. വലതുൻ. സെയിം ഫോർമാറ്റിൽ. എന്താണ്? ഔലാദുൻ. യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സെയിം ഫോർമാറ്റും ആണ്, കലമുൻ പോലെ തന്നെ. വലതുൻ ഔലാദുൻ. അതേപോലെ തന്നെ ഇനി ഒരാളുണ്ട്, ഇബുനുൻ. എന്താണ് ഇബുനുൻ? ഒന്നും കൂടെ കേട്ടില്ല മാം. ഈ പറയാൻ പാടില്ല. നമ്മളെ വാബിന് ഒരു മാറ്റം ഉണ്ടാവൂല. അബ്നാഉൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യാ? ഒരു വീക്ക് ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അലിഫ് വ ഒറിയ. ഓക്കെ, നേരത്തെ നമ്മള് ബ്ലഡിൻ്റെത് വന്നപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ദമുൻ ദിമാഉൻ. അതേപോലെ ഇവിടെ ഇബ്നുൻ അബ്നാഉൻ. ഓക്കെ, ഹംസ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. I'll write here. അതുപോലെ തന്നെ ഹംസ ആയിരിക്കണം. ഓക്കെ, ഹംസ ആയിട്ട് എഴുതണേ. ഇബ്നുനില് നമ്മളൊന്നും എഴുതൂല, പക്ഷെ അബ്നാഉൻ എഴുതുമ്പോ ഹംസ എഴുതണം. ഓക്കെ, ആക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇബ്നുൻ എഴുതുമ്പോ ഹംസത്തുൽ വസ്ലാണ്, സാധാരണ ഹംസയാണ് സാധാരണ അലിഫ യൂസ് ചെയ്യുക. പക്ഷെ അബ്നാഉൻ എഴുതുമ്പം ഹംസ യൂസ് ചെയ്യണം. അബ്നാഉൻ, ബിക്കോസ് ദാറ്റ് ഈസ് അഫ്ആലുൻ ഫോമാറ്റ്. ബാബ് അഫ്ആൽ ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതണം. അതാണ് ഈ പ്ലൂറലിന്റെ ഒരു 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 പ്രശ്നം. പ്ലൂറലിന്റെ ഫോർമാറ്റ് തന്നെ എഴുതണം. അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും, പലതും ഉണ്ടാവും. പക്ഷെ ബാബു മാറൂല. അബ്നാഉൻ. പാറ്റേണൽ അങ്കിളിന് എന്താ പറയാ? അമ്മുൻ. അമ്മുൻ. ഖാലുൻ മെറ്റേണൽ അങ്കിൾ അമ്മുൻ. ഓക്കെ, അമ്മുൻ. ഇനി ഈ അമ്മുനെ ഒന്ന് ഈ ഫോർമാറ്റിൽ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി എടുത്തേ, പ്ലൂറൽ ആക്കി എടുത്തേ.
മാമുണ്ട്. Al-Mamun. കിട്ടിയോ? അൽ-മാമുൻ. എന്താണ്? Al-Mamun. ഒന്നും കൂടെ. Al-Mamun. അമ്മുന് കുത്തില്ല കേട്ടോ, സോറി, ഞാൻ ഇവിടെ ഒരു കുത്തിട്ട് പോയി. അൽ അമാമോ? No. ആർക്കാ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ. Al-Mamun. Al-Mamun. ഒരാള് പറ, ആദ്യം ഷീസ പറ. Al-Mamun. മാമുൻ. ഓക്കെ, സാറ പറ. എന്താ സാറയുടെ വേർഷൻ? ഷീസ പറഞ്ഞു മാമുൻ. സാറ? My version, I think it's the same, ma'am. Same. Al-Mamun itself. Okay. Noora? Same. Same. Aman? Same. Correct ആണ്. എഴുതിക്കോ എല്ലാരും. മാമുൻ. മാമുൻ. Is it paternal uncle? മെറ്റേണൽ അങ്കിൾ. അല്ല സോറി, പാറ്റേണൽ അങ്കിൾ. അമ്മൻ. ബെല്ലിന് എന്താ പറയാ? ബെൽ പണ്ട് ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മണീന്റെ ചിത്രം കാണിച്ചിട്ട് ഇങ്ങനെ അടിയിൽ വേർഡ് എഴുതൂലേ? ആർക്കെ ഓർമ്മ ഉണ്ടോ? ജെറസുൻ. ഓർമ്മ ഉണ്ടോ? പറഞ്ഞപ്പോ ചിലപ്പോ ഓർമ്മ ഉണ്ടാവും. ജെറസുൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ബെല്ല്. സോ നമുക്ക് എന്ത് ചെയ്യാം? ജെറസുൻ എഴുതാം. പ്ലൂറൽ നിങ്ങൾ എഴുതൂട്ടോ. ജെറസുൻ. എന്താ ഇപ്പൊ പ്ലൂറല്? Ajurasun. വെരി ഗുഡ്. അജ്രാസുൻ. ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗും അല്ലേ ഈ ബാബു പഠിക്കല്? Keeping us entertained. കുറച്ച് ബ്രെയിൻ വർക്ക് ചെയ്യും അല്ലേ? Mhm. അല്ലെങ്കിൽ അറബി പഠിക്കുമ്പോ ഇങ്ങനെ ഉറങ്ങലല്ലേ എല്ലാരും? ഓക്കെ, ഇനിയും ഒരു 2-3 കൂടി തരാം. എന്തായാലും പുതിയൊരു ബാബിനേക്ക് സമയമില്ല. സോ നെക്സ്റ്റ് വൺ, നമ്മള് ഇയറിന് എന്താ പറയാന്നറിയോ? Udnun. അല്ല, ആ ചെവിയല്ല. നമ്മള് ഇയർ 1995 എന്നൊക്കെ പറയുന്ന പോലെ. Year. ഇയറിന് കേട്ടില്ല. സനത്ത് എന്ന് പറയും. വേറൊരു വേർഡും ഉണ്ട്, ഞാനിവിടെ എഴുതാം. ആമുൻ. ആമുൽ ഹുസ്ൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ദുഃഖവർഷം, ഇയർ ഓഫ് സോറോ. പ്രോഫിറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവി മരിക്കും, അബൂ താലിബ് മരിക്കും. എന്നിട്ട് ഇവര് ഷീബു അബൂ താലിബില് അബാൻഡൻഡ് ആയിട്ട് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് കുറെ കാലം ജീവിക്കുന്നില്ലേ? പ്രോഫിറ്റിന്റെ ആൾക്കാരും സഹാബികളും ഭക്ഷണമൊന്നും ഇല്ലാണ്ട് എലിയൊക്കെ കഴിച്ച് ജീവിച്ചൊരു കൊല്ലം ഓർമ്മ ഉണ്ടോ? ആമുൽ ഹുസ്ൻ എന്നാണ് അതിന് പറയാ. നമ്മള് ഇയർ ഓഫ് സോറോ എന്ന് പറയും. ട്ടോ. ആമുൽ ഫീൽ എന്നൊക്കെ പറയൂലേ നമ്മളെ? ആനവർഷം ഉണ്ടായ സമയത്ത് ആമുൽ ഫീൽ, ആമുൽ ഹുസ്ൻ. ആമുൻ എന്ന് വെച്ചാല് ഇയർ. എന്താണ് എന്റെ പ്ലൂരൽ വരിക അപ്പം? ഇതെങ്ങനെ ആർക്കും പറയാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. നിങ്ങൾക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഇല്ലില്ല, ആഡ് ചെയ്യുമ്പോ നിങ്ങളിപ്പോ മീം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ, കാരണം മീമിന് ശ്രദ്ധയൊന്നുമില്ല.
ഓക്കെ. ബട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യേണ്ട ആള് അലിഫ് വ ഓർ യാ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ വീക്ക് ലെറ്റേഴ്സിനെ ആഡ് ചെയ്യുള്ളൂ എക്സ്ട്രാ. ട്രൈ ചെയ്ത് നോക്കിയേ. ഒന്നല്ലേ? ആ അമ, ഒന്നും കൂടെ കേട്ടില്ല. അമ ഉന്ന. ആ അല്ല, ഞാനൊരു ക്ലൂ തരാം. മീം തന്നെയാണ് എൻഡിൽ വരിക. ഇടയിലാണ് നമ്മൾ ഈ വീക്ക് ലെറ്റർ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നും കൂടെ. ഇല്ല ഇല്ല, മീം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഫോർമാറ്റ് തന്നെ മാറിപ്പോയില്ലേ. പിന്നെ മീം റിപ്പീറ്റ് ചെയ്തില്ലേ? Ma'am, you're making us confused. You're saying that the letter is supposed to come before meme. Then, if that's the case, the format is changing, right? Not changing. Look at here. Read it. Awamun. Actually, what we have done here, we introduce wa in between. Okay, this a little bit confusing. ഇതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. ബട്ട് യു ക്യാൻ ലേൺ ഇറ്റ്. നിങ്ങൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. I'm not done with class. I'm just okay, so look at here. This is the last one for us. Okay, so അഫ്ആലുൻ ഫോർമാറ്റിൽ നമ്മൾ കുറച്ച് അധികം എഴുതിയിട്ടുണ്ടാവും. എത്ര എണ്ണം എഴുതി അഫ്ആലുൻ ഫോർമാറ്റില്? ബാബ് 5-ല്. ഓക്കെ, 5 ആയിട്ടേ ഉള്ളൂ. 9. Yes, mashallah. Okay, so all of you have to share your notebook. ഇന്നത്തെ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യണം എല്ലാരും. പിന്നെ നെക്സ്റ്റ് ഇൻഷാല്ലാ നൂറ എവിടെയെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് മേക്കപ്പ് ചെയ്യണം കേട്ടോ. നോട്ട്സ് ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് നോട്ട്സ് ഷെയർ ചെയ്യണേ. ഓക്കെ. സോ ഇൻഷാല്ലാ വിൽ ബി വൈൻഡിങ് അപ്പ് നൗ. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാബിന്റെ ഇത് ഒന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് വരണം. ഓക്കെ, അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി കൺഫ്യൂസിങ് അഗെയിൻ. ജസ്റ്റ് അത് മാത്രം ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അതും അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. 2-3 ടൈംസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മൾ ബാബ് തീർക്കും ഇൻഷാല്ലാ. പിന്നെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾസും കുറച്ച് പ്രാക്ടീസിങ്ങും തരും. ഓക്കെ, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം ഇൻഷാല്ലാ. സോ എന്ത് ചെയ്യാ, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുക. കാരണം ഇനി നമ്മൾ സെക്കൻഡ് ബുക്ക് ആയി കഴിഞ്ഞു. സോ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. പഴയ സാധനങ്ങൾ എപ്പോഴും റിവൈൻഡ് ചെയ്തുകൊണ്ടും ഇരിക്കും. അപ്പോൾ നമ്മൾ പുതിയത് പഠിക്കുമ്പം പഴയത് എപ്പോഴും ഒരു ബേർഡൻ ആയിട്ട് റിവിഷൻ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. സോ ഓരോരോ ക്ലാസ്സിൽ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി റിവൈസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഇൻഷാല്ലാ. ഓക്കെ, സോ ഓൾ ഓഫ് യു ഡു ദുആ. Rabbi Zinnan Manafia, Rabbi Zinnan Manafia, Allah increase knowledge, Allah increase knowledge. Ameen. Assalamu alaikum, ma'am. Alaikum assalam wa rahmatullahi wa barakatuhu. Sara. Alaikum assalam.